നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ നിർണായകമായ ചില വിവരങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. കമ്പനി നിയമപ്രകാരം SFIO കേസ് അന്വേഷിക്കുന്നുണ്ട്, എങ്കിലും തങ്ങൾക്ക് കേസ് അന്വേഷിക്കാൻ വിലക്കില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. CMRL ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എക്സാലോജിക് CMRL അനധികൃത പണമിടപാട് സംബന്ധിച്ച കേസിൽ EDയുടെ അന്വേഷണവും നടപടികളും സമൻസും ചോദ്യം ചെയ്തായിരുന്നു CMRL ഉൾപ്പെടെയുള്ളവർ ഹർജി നൽകിയത്. നേരത്തെ CMRL ഈ കേസുമായി ബന്ധപ്പെട്ട് വാദിച്ചത് SFIO അന്വേഷിക്കുന്ന കേസിൽ മറ്റ് ഏജൻസികൾക്ക് അന്വേഷിക്കാനാവില്ല എന്നായിരുന്നു. എന്നാൽ ED അന്വേഷണം കമ്പനി നിയമപ്രകാരമല്ല, കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് EDയുടെ വക്കീൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു അന്വേഷണം ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിലാണെന്നും സമൻസ് മാത്രമേ നൽകിയിട്ടുള്ളൂവെന്നും അവർ വ്യക്തമാക്കി. രേഖകൾ ഹാജരാക്കാനും അന്വേഷണത്തിനുമായാണ് സമൻസ് അയക്കുന്നതെന്നും സമൻസ് നൽകിയാൽ ഹാജരായി സത്യം അറിയിക്കുകയാണ് വേണ്ടതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കോടതി ഒരു നിർണായകമായ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. ആ ചോദ്യം ഇപ്രകാരമാണ്: SFIOയ്ക്ക് കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അന്വേഷിക്കാൻ അധികാരമുണ്ടോ? ഇതാണ് കോടതി ചോദിച്ച ചോദ്യം. അത്തരത്തിലുള്ള കേസ് അന്വേഷിക്കാൻ SFIOയ്ക്ക് അധികാരമില്ല എന്ന് ED അറിയിച്ചു. കമ്പനി നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യം ചെയ്തതിനെ തുടർന്നുണ്ടായ കുറ്റമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ അന്വേഷിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി. സിവിൽ സ്വഭാവമുള്ള കുറ്റമാണെങ്കിൽ FIR രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും അന്വേഷിക്കാമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ജസ്റ്റിസ് TR രവിയുടെ ബെഞ്ച് കേസ് ഓഗസ്റ്റ് 7 മാറ്റിയിരിക്കുകയാണ്. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയും കമ്പനിയും 1.72 കോടി രൂപ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട കേസാണിത്. ഈ കേസിൽ സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. കേസിൽ സർക്കാരിനെ കക്ഷിയാക്കിയിട്ടില്ലെന്ന് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ TA ഷാജി ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് ജസ്റ്റിസ് K ബാബു ഈ നിർദ്ദേശം നൽകുകയായിരുന്നു. വീണ വിജയന്റെ കമ്പനി കരിമണൽ കമ്പനിയായ CMRL നിന്ന് 1.72 കോടി രൂപ കൈപ്പറ്റിയത് അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെ മാത്യു കുഴൽനാടൻ MLA റിവിഷൻ പെറ്റീഷൻ നൽകി. ഇതിൽ വാദം കേൾക്കുകയായിരുന്നു കോടതി. ഹർജിയിൽ സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർക്കാനുള്ള ഭേദഗതി വരുത്തുമെന്നും മാത്യു കുഴൽനാടന്റെ വക്കീൽ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.